ഹായ് ഡിയേഴ്സ്, മണിമുത്ത് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണ വാതിലിൽ ഇങ്ങനെ കൊട്ടുകേട്ടോ ചെയ്യുന്നത്, മറ്റൊന്നുമല്ല, എന്തായാലും മണിക്കുട്ടിയുടെ കരച്ചിൽ പോലെ കേട്ടു. അതുകൊണ്ട് ഈ ഡോറാണെങ്കിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ആരോ വന്ന് ഡോറ് ലോക്ക് ചെയ്തിട്ടുള്ളതാണെന്ന് കൃഷ്ണയ്ക്ക് മനസ്സിലാവട്ടെ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ മണിക്കുട്ടി ഓടി വന്നിട്ട് ഡോർ തുറക്കുന്നുണ്ട് കേട്ടോ. അച്ഛനെ പൂട്ടിയിട്ട് അല്ലേ, എന്താ മോളെ താഴെ നടക്കുന്നത്, മോൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഭരത് മാമൻ വന്നിട്ട് ചോദ്യം ചെയ്തതാണ്, കമ്പനിയിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തതിന് എന്നൊക്കെ മണിക്കുട്ടി പറയുകയാണ്. അപ്പോൾ കൃഷ്ണ ചോദിക്കുന്നുണ്ട്, ആരാണ് ഈ ഡോറ് ലോക്ക് ചെയ്തത്, മുത്താണോ എന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത്. അതെ അച്ഛാ, മുത്താണ്. എന്തൊരു കഷ്ടമാണ്, അവൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. ഭരത് എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നു. എന്നെ ഒന്നും ചെയ്തില്ല അച്ഛ, കാരണം കാവ്യാൻ്റി വന്നിട്ട് തടഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അടിക്കാൻ വേണ്ടി വന്നതൊക്കെ തന്നെയാണ്, പക്ഷേ കാവ്യാൻ്റി തടഞ്ഞത് കൊണ്ട് ഭരതമാമൻ അടിച്ചില്ല എന്നും പറയുന്നു. പക്ഷേ കൈ പിടിച്ച് തിരിച്ച കാര്യം കൃഷ്ണയോട് പറഞ്ഞിട്ടില്ല കേട്ടോ മണിക്കുട്ടി. എൻ്റെ മോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ ശരിയാക്കും എന്ന രീതിയിലൊക്കെ കൃഷ്ണ പറയാട്ടോ. അതിനുശേഷം തന്നെ ജയമോഹിനിയും അതുപോലെ തന്നെ കാവ്യയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ തന്നെ മുത്തും. എന്നിട്ട് ഭരത്തിനെ ചോദ്യം ചെയ്യാണ് വീണ്ടും. എന്തിനാണ് ഭരത്തെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നീയാണ് കമ്പനിയിൽ വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് ആ മനുഷ്യൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കേണ്ടി വരും, നീ ഇങ്ങനെയല്ലേ ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അത് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേനും ജയമോഹിനി പറയുന്നുണ്ട്, എന്തായാലും ചെറിയ കുട്ടിക്ക് കണക്കുകൾ കണ്ടുപിടിക്കുന്ന രീതിയിലാണോ ഭരത്തെ നീ കള്ളക്കളി നടത്തേണ്ടത്, അങ്ങനെയാണോ, അതുകൊണ്ടാണല്ലോ മണിക്കുട്ടി അറിഞ്ഞത് എന്ന് പറയുമ്പോൾ നീരജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഓ ഇപ്പം ഇതൊന്നല്ല പ്രശ്നം, മണിക്കുട്ടി കണ്ടുപിടിച്ചതിനാണ് ഈ കുറ്റങ്ങൾ ഇങ്ങനെ തിരിച്ചോ ഇവർ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും കാവ്യ ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാണ് ഈ കാണിച്ചത്, ഈ കമ്പനി ഇത്രത്തോളം വളർത്തി വലുതാക്കാൻ നമ്മുടെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, നീ അത് തുലയ്ക്കാൻ വേണ്ടി നിൽക്കണോ ഭരത്തെ എന്ന് പറയുന്നു. അപ്പോൾ ചേച്ചി എന്നെ മനസ്സിലാക്കണം, ഞാൻ ഒരിക്കലും തന്നെ അത് വെറുതെ ദൂരത്തടിച്ച് കളഞ്ഞിട്ടില്ല. അത് വേറൊരു അക്കൗണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നിക്ഷേപിച്ചിട്ടുണ്ട് ആ പൈസ. കാരണം വേറെ ഒന്നല്ല, കൃഷ്ണ അഥവാ ജോലിയിൽ കയറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണ ഉണ്ടാക്കുന്ന എല്ലാ സമ്പാദ്യവും അത് മണിക്കുട്ടിക്കായിരിക്കും, അല്ലാതെ എൻ്റെ മുത്തിനുള്ളതും കൂടി ആവില്ല. അത് കാരണം നമ്മൾക്ക് ഈ ഒരു കമ്പനിയിൽ ഉണ്ടാക്കുന്നതെല്ലാം തന്നെ കട്ടും മോഷ്ടിച്ച് ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം തന്നെ ആ അക്കൗണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ചിലവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്, അല്ലാതെ ഞാൻ അതിന് ഒരു പൈസ പോലും വെറുതെ ചിലവാക്കിയിട്ടില്ല എന്നും ഭരത് പറയുകയാട്ടോ ചെയ്യുന്നത്. അത് കേൾക്കുമ്പോഴത്തേനും കാവ്യയ്ക്ക് എന്തോ സഹതാപം പോലെ ആവുന്നുണ്ട്. ഭരത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ചെയ്തത്, അപ്പോൾ നീരജ് ഇവൻ ഇങ്ങനൊരു കള്ളനാണല്ലോ, ഇതെല്ലാം തന്നെ വിശ്വസിക്കൂ, ഒരിക്കലും തന്നെ ഭരത് അതിന് വേണ്ടിയിട്ടാവില്ല ഇങ്ങനെ ചെയ്തതെന്നൊക്കെ നീരജ വീണ്ടും വിചാരിച്ചുകൊണ്ടിരിക്കുകട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മോഹിനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ജയമോഹിനി എപ്പോഴും ഭരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ കാവ്യ തിരിച്ചു പോവാട്ടോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് കാവ്യയെ. എന്തായാലും കാവ്യ അതൊക്കെ കേട്ടുകൊണ്ട് തന്നെ അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും മണിക്കുട്ടിയും അവിടെ നിന്നിട്ട് കൈ നന്നായിട്ട് മണിക്കുട്ടിക്ക് വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് ബാമ പുരട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മുത്ത് അവിടേക്ക് വരാട്ടോ ചെയ്യുന്നത്. ഓ തമ്പുരാട്ടി ഈ സപ്രമഞ്ചക്കാട്ടിൽ ഇരുന്നിട്ട് തന്നെയാണോ ഈ ഒഴിച്ചിലും വീഴ്ചയിലൊക്കെ നടത്തുള്ളൂ, താഴെ ഇറങ്ങിയിരിക്കടി എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ മുത്ത് പറഞ്ഞതനുസരിച്ച് മണിക്കുട്ടി അവിടെ നിന്ന് എണീക്കുന്നുണ്ട്. നീ എനിക്ക് ഹോംവർക്ക് ചെയ്തു തരണം, പിന്നെ ഗാന്ധിജിയുടെ ഒരു ജീവിത ചരിത്രം കൂടി എനിക്ക് എഴുതി തരണം എന്ന രീതിയിലൊക്കെ മുത്ത് മണിക്കുട്ടിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മണിക്കുട്ടി, നിനക്ക് ഞാൻ എഴുതി തരാടി എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്, എന്താ നീ എന്നെ നോക്കുന്നത്, മര്യാദയ്ക്ക് എഴുതിക്കോ താഴെയിലിരുന്നിട്ട്, എനിക്കത് ചെയ്തു തന്നേക്കണം എന്ന്, നാളെ എനിക്ക് ഓഫർക്കുള്ളതാണ് എന്ന രീതിയിലൊക്കെ പറയാം കേട്ടോ. അപ്പോഴത്തേനും മണിക്കുട്ടി നെറ്റിൽ നോക്കിയിട്ട് തന്നെ ആ ഒരു ജീവചരിത്രമൊക്കെ എഴുതണം. ഓ ഇവൾക്ക് ഇതൊക്കെ അറിയാമോ എന്ന രീതിയിൽ തന്നെ മുത്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അവളെ എങ്ങനെയെങ്കിലും ശിക്ഷിക്കണം എന്ന രീതിയിലാണ് മുത്ത് നിൽക്കുന്നത്. പക്ഷെ മണിക്കുട്ടിക്ക് അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ മണിക്കുട്ടി നന്നായിട്ട് തന്നെ അത് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നീ വലിയ ആളായി എന്ന് വിചാരിക്കേണ്ട, എനിക്ക് ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് ഫോൺ പിടിച്ചു വാങ്ങുന്നുണ്ട്. അതിനുശേഷം എങ്ങനെയാണ് മണിക്കുട്ടിയെ ഒതുക്കാമെന്ന രീതിയിൽ ഗൂഗിളിനോട് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും അത് അവൈലബിൾ അല്ല എന്ന രീതിയിലാട്ടോ പറയുന്നത്. അപ്പോഴത്തേന് ഓ നിനക്കെന്നെ ഒതുക്കണമല്ലേ, അത് ഫോണിൽ വന്നിട്ടില്ല അല്ലേ, ഞാൻ നല്ല കുട്ടിയാണ് അതുകൊണ്ടാട്ടോ അതൊന്നും വരാത്തത്, ചീത്ത കുട്ടിയൊന്നുമല്ല എന്ന രീതിയിലൊക്കെ മണിക്കുട്ടി മുത്തിനോട് പറയാം. അപ്പം മുത്ത് അവിടെ ആകെ ചമ്മി നാറി നിൽക്കുക കേട്ടോ. അതിനുശേഷം നീരജയാണ് കാണിക്കുന്നത്. നീരജ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മണിക്കുട്ടി അങ്ങോട്ട് വരുന്നു. മോളെന്താ ഇന്ന് വൈകിയോ,
ഒന്നും പറയണ്ട ആൻറ്റി, ഇന്നലെ കുറച്ച് വൈകി കിടന്നുറങ്ങിയപ്പോൾ അതുകൊണ്ടാണെന്ന് പറയുകയാണ്. ഭരത്ത് കൈ തിരിച്ചപ്പോൾ മോൾക്ക് നല്ല വേദന ഉണ്ടായിട്ടുണ്ടാവും അല്ലേ, അതല്ലേ ഇങ്ങനെ. അതൊന്നും സാരമില്ല ആൻറ്റി, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടില്ല ഭരത്തങ്ങൾ എന്നെ കൈ പിടിച്ച് തിരിച്ച കാര്യമൊന്നും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാ ഭരത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഭരത്തിനെ നാശമാക്കുന്നത് അമ്മയാണെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അമ്മയും ഭരത്തും കൂടി ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കാവ്യ ചേച്ചി അത് വിശ്വസിക്കുകയാണ് ഇപ്പോൾ. അല്ലാതെ ഒന്നുമല്ല, ഇവർ മൂട്ടിക്കൊടുക്കുകയാണ് മോളെ, അതുകൊണ്ടാണ് കാവ്യ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തെല്ലാം ശരിയാവും ആൻറ്റി, ഞാൻ എന്ത് ചെയ്യാനാണ് മോളെ, എനിക്കിതിലൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഭരത്താണ് ഇതെല്ലാം ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും നീരജ പറയുന്നുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, മോള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ലല്ലോ. എന്തായാലും ഇതാ ഞാൻ കാപ്പി തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, മോള് കൃഷ്ണേട്ടനും കൊണ്ടേ കൊടുക്കുമെന്ന് പറയുകയാണ്. അയ്യോ ആൻറ്റി ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കോളാം. ഇത് കണ്ടു വന്നിട്ടുള്ള മുത്തശ്ശി വഴക്ക് പറയും ആൻറ്റി എന്ന് പറയാണ്. അതൊന്നും കാണില്ല, ഇതിപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് പലഹാരം ഉണ്ടാക്കുകയല്ലേ. ഇവിടെ എല്ലാവർക്കും ഉണ്ടാക്കുന്നതൊന്നും അമ്മയ്ക്കും ഭരത്തിനും ഇഷ്ടമല്ല, അവർക്ക് വേറെ ഉണ്ടാക്കണം. ആ രീതിയിലല്ലേ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്, മോള് കൊണ്ടേ കൊടുത്തോളൂ എന്ന് പറയുന്നു. അങ്ങനെ കാപ്പിയുമായിട്ട് മണിക്കുട്ടി കൃഷ്ണൻ്റെ അടുത്തേക്ക് പോവാട്ടോ. അപ്പോഴത്തേനും മുത്ത് അവിടെ ഇരിക്കുന്നുണ്ട്. എടി മണിക്കുട്ടി, നീ ഇങ്ങോട്ട് വന്നേ, നീ എൻ്റെ ഷൂ പോളിഷ് ചെയ്തതാ എന്ന് പറയുന്നുണ്ട്. ഇപ്പം തരാൻ പറ്റില്ല, ഞാൻ അച്ഛന് കാപ്പി കൊണ്ടുപോവാണ്, വന്നിട്ട് സമയമുണ്ടെങ്കിൽ ചെയ്തു തരും എന്ന് പറയാണ്. എന്താ നീ പറഞ്ഞത്, എനിക്കൊന്നും പറ്റില്ല, ചെയ്യാനൊന്നും പറ്റില്ല, ഞാൻ വന്നിട്ട് സമയമുണ്ടെങ്കിൽ ചെയ്തു തരും തന്നെ നിന്നോട് പറഞ്ഞതെന്ന് മുത്തിനോട് പറയാട്ടോ ചെയ്യുന്നത്. നീ എന്നെ പഠിപ്പിക്കാനായോ, ആ കാപ്പിയോടെ വെച്ച് ചെയ്ത് തരടി എന്ന രീതിയിൽ പറയുമ്പോൾ മുത്ത് അങ്ങ് ദേഷ്യപ്പെടട്ടോ. മണിക്കുട്ടി അങ്ങ് ദേഷ്യപ്പെടട്ടോ മുത്തിനോട് മാറി നിൽക്കടി അവിടെ നിന്ന് പറയുമ്പോൾ മുത്ത് ആകെ ഞെട്ടിത്തെറിക്കുന്നുണ്ട്. ഈ മണിക്കുട്ടിക്ക് ഇങ്ങനെ സൗണ്ട് ഉണ്ടായിരുന്നു എന്ന രീതിയിലൊക്കെ മുത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. മുത്തിനെ വരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ മണിക്കുട്ടി മാറിയോ എന്ന രീതിയിലും ചിന്തിക്കുക കേട്ടോ. പിന്നീട് കാപ്പിയുമായിട്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് മണിക്കുട്ടി വരികയാണ്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, കൃഷ്ണൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, പഴയ മുത്തിനോടുള്ള സ്നേഹവും മുത്ത് തിരിച്ച് സ്നേഹിക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോഴത്തേനും മണിക്കുട്ടിയോട് പറയുന്നുണ്ട്, മുത്ത് ഇന്നേ വരെ ഇങ്ങനെ ഒരു കാപ്പി എനിക്ക് കൊണ്ടുപോകാൻ തന്നിട്ടില്ല മോളെ. എന്നോട് മുത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ പോലും അവളുടെ അമ്മമ്മയും മാമനും കൂടി അത് തടുക്കും. എന്തായാലും അവൾ എൻ്റെ മോളല്ലേ, കാരണം അവൾക്ക് പറയാമായിരുന്നില്ലേ എൻ്റെ അച്ഛനാണെന്നുള്ളത്, പക്ഷെ അത് അവൾ പറയില്ല. ഞാൻ എത്രമാത്രമാണ് മുത്തിനെ സ്നേഹിച്ചത്, എനിക്ക് വളരെയധികം വിഷമമുണ്ടെന്നൊക്കെ കൃഷ്ണ മണിക്കുട്ടിയോട് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ മണിക്കുട്ടിക്ക് നല്ല സങ്കടമാവുന്നുണ്ട്. മണിക്കുട്ടി മുത്ത് എത്രയും പെട്ടെന്ന് തന്നെ ശരിയാവും, അച്ഛൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾ നല്ല കുട്ടിയല്ലേ, അവരുടെ കൂട്ടത്തിൽ കൂടിയിട്ടാണ് അങ്ങനെ. എന്നാലും നല്ല രീതിയിൽ തന്നെ മുത്ത് വരും എന്ന രീതിയിലൊക്കെ മണിക്കുട്ടി പറഞ്ഞു കൊടുക്കുക കേട്ടോ കൃഷ്ണനോട്. വരട്ടെ, മോളെപ്പോലെ എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്, എൻ്റെ സ്വന്തം മോളല്ലേ അവൾ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം വീണ്ടും താഴത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോഴത്തേനും മുത്ത് മണിക്കുട്ടിയും കൂടി വഴക്ക് കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്താണ് നീ അവിടെ കാപ്പി കൊടുത്തിട്ട് എനിക്ക് ചെയ്തു തരുമെന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മര്യാദയ്ക്ക് എൻ്റെ ഷൂ വന്നിട്ട് പോളിഷ് ചെയ്തത് അടി എന്നൊക്കെ പറഞ്ഞ് വഴക്ക് കൂടുന്ന സമയത്താണ് അവിടേക്ക് ഉമ വരുന്നത് കേട്ടോ. ഉമയാണെങ്കിൽ ഇതെല്ലാം തന്നെ കണ്ടുകൊണ്ട് നിന്നിട്ടാണ് വരുന്നത്. എന്താണ് ഇവിടെ നിർത്തുക എന്ന രീതിയിലൊക്കെ ദേഷ്യത്തോടു കൂടി പറയാം കേട്ടോ. എന്തായാലും ഉമ വന്നു കഴിഞ്ഞു. എന്തായാലും മണിക്കുട്ടിക്കും ജയമോഹിനിക്കും ഭരത്തിനൊക്കെ നല്ല പണി കൊടുക്കാനായിട്ടുണ്ട്. എന്തായാലും ഉമയുടെ വരവോട് മുത്ത് അങ്ങ് ഞെട്ടിത്തെറിച്ചൊക്കെ ഇതിപ്പോൾ ആരാണെന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും ഇനിയുള്ള എപ്പിസോഡ് വളരെ ഗംഭീരമായിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും. എന്തായാലും അടുത്ത എപ്പിസോഡിന് വേണ്ടി വീണ്ടും